നോക്കൂ, സിമ്പിളാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം സംഭവിക്കാവുന്ന ഒരു അത്ഭുതകരമായ പ്രതിഭാസം. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് ആൾക്കാർ അത്ഭുതകരമായ പ്രതിഭാസമാണിത്. 5 കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ മാത്രം മതി. എല്ലാവരെ കൊണ്ടും പറ്റും. എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള ഒരു നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും നമ്മൾ ഓരോന്നോരോ കാര്യങ്ങൾ പറഞ്ഞ് പല കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നു. ജീവിതത്തിൽ വലിയ മാറ്റത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. വീണ്ടും നന്ദിയോടെ സന്തോഷത്തോടെ ഓരോ ദിവസവും ആത്മസംതൃപ്തിയോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്, അല്ലെ? ഇത്രയും ദിവസത്തെ യാത്രയിൽ നമ്മൾ ഒരുപാട് പടികൾ ചവിട്ടി 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 കയറി. നിങ്ങൾ എല്ലാവരുടെയും ആ വലിയ മനസ്സിന്, എല്ലാവരും നൽകിയ സപ്പോർട്ടിനൊക്കെ ഒന്നും നന്ദി പറഞ്ഞു പോകാനേ സാധിക്കുള്ളൂ. നന്ദിയേക്കാളും വലിയതൊന്നും ഇല്ലല്ലോ, അല്ലെ? സന്തോഷത്തിന്റെ താക്കോലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃതജ്ഞത, നന്ദി പ്രകടിപ്പിക്കുക. അതുകൊണ്ട് പൂർണ്ണമായി നിങ്ങളെ ഓരോരുത്തരെയും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. നമ്മൾ ഓരോ സെഷനുകൾ എടുക്കുമ്പോഴും ഓരോ ക്ലാസ്സുകൾ എടുക്കുമ്പോഴും പലരുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും സ്വന്തം ജീവിതത്തെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും എനിക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഹാപ്പിനെസ് മാസ്റ്റർ എല്ലാവർക്കും സാധിച്ചു എന്നതിൽ ഏറെ സന്തോഷം. അപ്പൊ നിങ്ങളുടെ ഓരോരിലും മാറ്റം ഉണ്ടാകുമ്പോഴും അത്ഭുതകരമായ ചില മാറ്റങ്ങൾ എല്ലാവരും പറയുമ്പോഴും ഞങ്ങളും അതൊക്കെ സാക്ഷിയാകുന്നു. ഞങ്ങളും അതിലൊക്കെ കൂടെ നിൽക്കുന്നതാണ്. പണ്ടൊക്കെ പറയാറുണ്ട്, ഓരോ വീട്ടിലെ അമ്മമാര് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കേട്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി അവർക്ക് സ്വസ്ഥ, സമാധാനം, സന്തോഷം, സംതൃപ്തി ഒക്കെ ഉണ്ടാവുന്നു എന്നതാണ്. അപ്പൊ നമുക്ക് കുറെ ദിവസത്തിന് ശേഷമുള്ള ഫുള്ളായിട്ടുള്ള ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം എടുത്തോളൂ. എന്താണ് നമുക്ക് എടുക്കാനുള്ളത്? ആദ്യം ആ ക്യാപ്സൂൾ എടുത്ത് കഴിച്ചിട്ട് തുടങ്ങാം. മറന്നുപോയിട്ടില്ലല്ലോ എല്ലാവരും? ആരും മറക്കാൻ വഴിയില്ല, അല്ലെ? പുതിയതായിട്ട് വന്നവര് ഇവിടെ ടൈപ്പ് ചെയ്യുന്ന കണ്ടോളൂ. നമുക്ക് സ്ഥിരമായിട്ട് ക്ലാസ് തുടങ്ങുന്ന ഒരു ക്യാപ്സൂൾ ഉണ്ട്. ആ ക്യാപ്സൂൾ നമുക്ക് എടുത്ത് നോക്കാം. സുവർണ ബാലകൃഷ്ണൻ വ്യാഴാഴ്ച ആയാലും വണ്ടി എടുക്കുന്ന കുഴപ്പമില്ല, വെള്ളിയാഴ്ച ആയാലും കുഴപ്പമില്ല. 2 ദിവസം ഏത് ദിവസം വേണം വണ്ടി എടുത്തോട്ടോ. അത് സമയം സെറ്റ് ചെയ്തിട്ട് 11:11 തന്നെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. 11 നല്ല ഐശ്വര്യം ആയിക്കോട്ടെ. നേരത്തെ അയച്ചിരുന്നു മെസ്സേജ്, അല്ലെ? കണ്ടു. യെസ്, കറേ. ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി, ഹാപ്പി ആൻഡ് റെഡി. യെസ്, എല്ലാവരും ഹാപ്പി ആൻഡ് റെഡിയാണ്. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് എല്ലാവരും, നിങ്ങളെല്ലാം മറന്നുപോയി തോന്നുന്നു, ഇപ്പൊ കമന്റുകൾ കാണാറില്ല. ഹാപ്പി ആൻഡ് റെഡിയോട് കൂടി മാത്രമേ ക്ലാസ്സിൽ കാണുക. അതുപോലെ തന്നെ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ ഈ ക്ലാസ്സിൽ കാണുന്ന ഓരോരുത്തരും ഒരു പ്രാവശ്യമല്ല 2ഓ 3ഓ പ്രാവശ്യം ഈ ക്ലാസ്സുകൾ കാണുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്ന ക്ലാസ് ആണ്. അപ്പൊ കാണാൻ സമയം ഉണ്ടാക്കുക, ഒന്ന് കാണുക. കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക, ഒരു കമന്റും കൂടി താഴെ ഇട്ടേക്കുക. കാരണം നമ്മളുടെ ഇപ്പൊ നിങ്ങളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു വർഷത്തെ യാത്രയിൽ 108,000 ആൾക്കാര് നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട്. ഇനി ഞാൻ ഇതിനകത്ത് ഒന്നുമല്ല, ഞാൻ എന്റെ ക്ലാസ്സുകൾ എടുക്കുന്നത് മാത്രമാണ്. അപ്പൊ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് കൊണ്ടാണ്. അപ്പൊ എല്ലാവരോടും അഭ്യർത്ഥനയാണ്, വീണ്ടും ഞാൻ എല്ലാ ദിവസവും ക്ലാസ് വേണമെങ്കിൽ എടുത്തു തരാൻ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഇതിൽ ഇൻവോൾവ് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുക. ഞാൻ ഇന്ന് കുറേ ആൾക്കാരുടെ കമന്റുകൾ ഇങ്ങനെ നോക്കിപ്പോയി. ഞാൻ കുറെ ഇരുന്നിങ്ങനെ നോക്കി. ഈ വണ്ടി യാത്ര ചെയ്യുന്ന സമയത്ത്, ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് കമന്റുകൾ നോക്കാൻ എളുപ്പമാണ്, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, സൗണ്ട്. അപ്പൊ അത് നോക്കിയപ്പോ മനസ്സിലാക്കി എല്ലാവരും എന്താ സന്തോഷം എന്നറിയാം ആൾക്കാർക്ക്. എനിക്കത് കണ്ടപ്പോ മനസ്സ് നിറഞ്ഞു. ആരും ഒരു പരാതി, ഒരു പരാതികളോ ഒന്നുമില്ല. എത്രയോ വീഡിയോകളുടെ പുറകെ പോകുമ്പോൾ 1000, 2000, 3000 കമന്റുകളൊക്കെ ഉണ്ട്. അതിലൊന്നും പരാതികളൊന്നുമില്ല. സാറിന്റെ ക്ലാസ് വന്നതിന് ശേഷം മാറ്റമാണ് സംഭവിച്ചെന്ന് അറിയുമ്പോൾ എന്താ അത് അനുഗ്രഹം പോലെ തോന്നുന്നു. കാരണം നിങ്ങൾക്കും സർവേശ്വരന്റെ അനുഗ്രഹം അത് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്നുകൂടി, നമുക്ക് ഇപ്പോ വ്യൂസ് ഒക്കെ നമ്മുടെ കുറവാണ്, ഒന്നുകൂടി പിടിച്ചേക്കുക. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം വ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ 1 മണിക്കൂറിൽ നേരത്തിൽ വ്യൂസ് ഇല്ലെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡേഷൻ കുറക്കും. അതങ്ങനെയാണ് സിസ്റ്റം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. നമുക്ക് ഒന്നുകൂടി ആൾക്കാരിൽ എത്തണം, പുതിയ ആൾക്കാരിൽ എത്തണമെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയ മെത്തേഡാണ്. നിങ്ങൾ രാവിലെ തന്നെ കാണുക. ഞാൻ നവീനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും രാവിലെ തന്നെ വീഡിയോ ഇടണേ നവീനെ. നമ്മൾ 6 മണിക്ക് തന്നെ വീഡിയോ ഇട്ടേക്കുക. ഈ ക്ലാസ് അപ്പൊ തന്നെ വലിയ എഡിറ്റിംഗ് ഒന്നും വേണ്ട, അങ്ങനെ ഇട്ടാൽ മതി. ബാക്കി പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഇടാം.
അത് ഇതേപോലെ കിട്ടേക്കുക. കാരണം ഇത് കേൾക്കാനും ഇത് കേട്ടിട്ട് ഒരു സായുജ്യം അടയാനുള്ള ഒരുപാട് അമ്മമാര് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ ലൈഫിലേക്ക് ഒരു വലിയൊരു മോട്ടിവേഷൻ എന്നതിനപ്പുറത്തേക്ക് ഒരു സമാശ്വാസമാകാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കരുത്തായിട്ട് തോന്നുന്നത്. ഞാൻ അപ്പോഴെല്ലാം ഞാൻ ഓർക്കും, എൻ്റെ അമ്മയെ ഓർക്കും. അങ്ങനെ ഓരോ ആൾക്കാരും കാണുമ്പോഴും അവരെല്ലാം ആ മാതൃത്വത്തോട് ചേർത്ത് തന്നെ നിർത്തുന്നു. എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ബാക്കിയുള്ള വലിയ കാര്യമായ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് പിന്നെ നടത്താം എന്ന് പറയാണ്. നവീൻ നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയ എല്ലാം കൈകാര്യം ചെയ്യുന്ന നവീനാണ്. അപ്പൊ നവീൻ നല്ല നല്ല വീഡിയോസ് എല്ലാം റെഡിയാക്കി ഇടുന്നുണ്ട്. ഞാനിങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. നവീനാണ് എന്നെ തിരിച്ചു മറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ഇടുന്നുണ്ട്. നവീനെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നവീന്റെ എഡിറ്റിംഗ്, നവീന്റെ വീഡിയോസ് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, സ്റ്റാറ്റസ് ആക്കി വെച്ച് കളിയുക. കുറേ ആൾക്കും ആ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ അങ്ങനെ ആവട്ടെ. പെയ്ഡ് ക്ലാസ്സുകളൊക്കെ അതിനനുസരിച്ച് എടുത്താൽ. അപ്പൊ നാളെ രാത്രി പറയാൻ വന്നത്, നാളെ 26/3 രാത്രി നാളെ 1-to-1 മെഡിറ്റേഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. രാത്രി 8:30 മണിക്ക് 1-to-1 മെഡിറ്റേഷൻ നമുക്കറിയാമല്ലോ. ഏറ്റവും 20-20 മെഡിറ്റേഷൻ കഴിഞ്ഞ് ഏറ്റവും പവർഫുൾ ആയിട്ട് നമുക്ക് കിട്ടിയ കാര്യമാണ് 1-to-1 മെഡിറ്റേഷൻ. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം, സമ്പത്തായാലും കാര്യങ്ങളായാലും ബന്ധങ്ങളായാലും എന്തും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമുള്ള ഹൈ പവർ ആയിട്ടുള്ള മെഡിറ്റേഷൻ ആണ് നാളെ രാത്രി ഉള്ളത്. നിങ്ങൾ എല്ലാവരും അഡ്മിനെ വിളിക്കുക, ജോയിൻ ചെയ്യുക. ലിങ്കുകൾ ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട്, ജോയിൻ ചെയ്യുക എന്ന് മാത്രം ഓർമ്മിക്കുന്നു. ഇനി ഓക്കെ, അപ്പോ ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ? ജീവിതം അല്ലേ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതം സമൃദ്ധമായിരിക്കണം, സമൃദ്ധിയിലൂടെ ആയിരിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇത് ആഗ്രഹമുണ്ട്. എങ്കിലും ഒരു ചോദ്യം നിങ്ങളോട് എല്ലാവരും ചോദിച്ചോട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ സമൃദ്ധി എന്ന് പറയുന്നത് എന്താണ്? ജീവിതം സമൃദ്ധമായിരിക്കണം, ജീവിതം സമൃദ്ധിയോടെ ആയിരിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന എല്ലാവരോടുള്ള ചോദ്യമാണ്, നിങ്ങൾ ഉത്തരം കമന്റ് ആയിട്ട് എഴുതുക. എന്താണ് നിങ്ങളുടെ ജീവിതത്തിന് സമൃദ്ധി എന്ന് പറയുന്നത്? എന്ത് ലഭിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം സമൃദ്ധിയായി എന്ന് നിങ്ങൾ പറയുക? ഒന്ന് എഴുതി നോക്കട്ടെ, എന്തൊക്കെയാണ് കിട്ടും നോക്കട്ടെ. 1 2 3 4 കമോൺ. ലോട്ടറി അടിച്ചാൽ എന്റെ ജീവിതം സമൃദ്ധിയായിരുന്നോ? മോന് ജോലി കിട്ടിയാലായിരുന്നോ? 1 കോടി രൂപ ബാങ്കിലായാൽ സമൃദ്ധിയായിരുന്നോ? എന്താണ്? സമാധാനം, സമാധാനം, സമാധാനം. അപ്പൊ സമാധാനം ലഭിക്കാൻ എന്ത് നേടണം? സമാധാനം കിട്ടിയ സമൃദ്ധിയായി. അപ്പൊ അതെന്താണ് സമാധാനം? എങ്ങനെ നേടുക? ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, 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 ഹാപ്പിനെസ്. അതന്നെ ചോദിച്ചത്. സമൃദ്ധി, സന്തോഷവും സമാധാനവും ഉണ്ടാവുക, സന്തോഷമുണ്ടാവുക, പീസ് ഓഫ് ആൻഡ് ഹാപ്പിനെസ്. യെസ്. ആത്മവിശ്വാസം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സന്തോഷവും സമാധാനവും. ജീവിതം സമൃദ്ധമായി അല്ലെങ്കിൽ സമൃദ്ധിയിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സന്തോഷം ഉണ്ടാവുക, സമാധാനം ഉണ്ടാവുക എന്ന് പറഞ്ഞ വീണ്ടും ആ ചോദ്യമായിട്ട് വരും. അപ്പൊ എങ്ങനെയാണ് സമാധാനം ഉണ്ടാവുക? എങ്ങനെയാണ് സന്തോഷമായിരിക്കുക? അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന സാമ്പത്തികം ഉണ്ടാകുമ്പോൾ സമൃദ്ധിയായി. അപ്പോൾ നമുക്ക് വേണ്ട സാമ്പത്തികം എന്താണ്? എത്ര കിട്ടുമ്പോഴാണ് നമുക്ക് വേണ്ടുന്ന സാമ്പത്തികമായി മാറുന്നത്? സമാധാനം ഉണ്ടാകുമ്പോൾ സാമ്പത്തികം. ഓക്കെ, അവിടെ ചോദ്യമാണല്ലോ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന സാമ്പത്തികം ഉണ്ടാകുമ്പോൾ സമൃദ്ധിയായി. എന്താണ് നമ്മുടെ ആവശ്യമുള്ള സാമ്പത്തികം? അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ? ഇത്ര കിട്ടിയാൽ സമാധാനമായി. നോക്കൂ, ഇവിടെയാണ് നമ്മൾ വീണ്ടും, നിങ്ങൾ എല്ലാവരും മറന്നുപോയി, വീണ്ടും ഓർമ്മിപ്പിക്കാം. 5 pillars ഓഫ് ലൈഫ്. വെരി ഗുഡ് ഗായത്രി, കൺഗ്രാജുലേഷൻ, സൂപ്പർ. ഞാൻ പറയാൻ പോകുമ്പോഴേക്കും ഗായത്രി കറക്റ്റ് അലൈൻ ചെയ്തു വന്നു.
നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല ഈ പറഞ്ഞ പോലെ സമൃദ്ധി എന്ന് പറയുന്നത്. 5 കാര്യങ്ങൾ ബാലൻസ് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് സമൃദ്ധി അനുഭവിക്കാനേ പറ്റില്ല. 5 കാര്യം നിങ്ങൾ നേരത്തെ പറഞ്ഞതെല്ലാം സന്തോഷവും സമാധാനവും സമ്പത്തും ഉണ്ടാവണം. സന്തോഷവും സമാധാനവും ഉണ്ടാവണം. ഈ 5 കാര്യങ്ങൾ കൃത്യമായിരിക്കണം. അതെന്തൊക്കെയാണ് 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞു നോക്കിയേ. ഈ 5 കാര്യങ്ങൾ കൃത്യമായിരിക്കും. ഒന്നിൽ കുറവ് വന്നാൽ പോലും സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല, സന്തോഷം ഉണ്ടാക്കാൻ പറ്റില്ല. സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല ഈ 5 ഒരെണ്ണം കുറഞ്ഞ പോലും. പറഞ്ഞു നോക്കിയേ, ഏതെങ്കിലും ഒന്ന്. കറക്റ്റാണ്. ബാങ്ക് ബാലൻസ് നിറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷായി. എന്താണെന്നറിയോ, നാളെ ഈ ബാങ്ക് അടിച്ചു ഊട്ടിപ്പോകുന്ന ഒരു പിടിയില്ല കേട്ടോ. സമാധാനത്തിൽ കിടന്നുറങ്ങും. പിറ്റേ ദിവസം രാവിലെ കറന്നു കേൾക്കാം ബാങ്ക് പൊട്ടിപ്പോയി. ബാങ്ക് ബാലൻസ് മുടത്തമാണ്. നോളജ് നടക്കൂല. അറിവുള്ളവന് എത്ര പേരാ സമാധാനം സന്തോഷം ഇല്ലാതെ നടക്കുന്നറിയോ? 5 കാര്യങ്ങൾ കൃത്യമായി പറയണം. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്. ഇല്ലേ, ഇതറിയില്ലെങ്കിൽ ഞാൻ നിർത്തുന്നു ക്ലാസ്. പോട്ടെ, ബൈ, നാളെ കാണാം. ഇല്ലേ, എത്രയോ കാലങ്ങളായിട്ട് പറയുന്ന 5 കാര്യങ്ങളാണ്. വെൽത്ത് നമ്പർ 1, നമ്പർ 2 ഒന്നുമല്ല. ഇതെല്ലാം ഒരുപോലെ തന്നെ, മെന്റാലിറ്റി ഒന്നുമല്ല. വെൽത്ത്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, വിനോദം, ആത്മീയത. 5 കാര്യങ്ങൾ. വിനോദമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പോയി. സമ്പത്തില്ലെങ്കിൽ ജീവിതം ആരോ നക്കി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറൊന്നും പറയില്ല അല്ലേ? ആരോന്നും ഞാൻ പറയുന്നില്ല അല്ലെ. വെൽത്ത് എന്തിനാ ജീവിക്കുന്നത്? ഓക്കെ, ഹെൽത്ത് ഇല്ലെങ്കിലോ? കറക്റ്റ്. കണ്ണൂര് ബിന്ദു കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, എന്റർടൈൻമെന്റ് ആൻഡ് സ്പിരിച്വാലിറ്റി. ഇത് വളരെ കൃത്യമായി വേണം. പക്ഷേ ഇവിടെ വിഷയം എന്താണെന്നറിയോ? ഇത് കൃത്യമായി ബാലൻസ് ചെയ്യാൻ ഇവിടെ അറിയുന്ന എത്ര പേരുണ്ട്? കൈപൊക്കിയേ. ഇത് 5 കാര്യങ്ങളും എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന എത്ര പേര് എനിക്ക് കാണിക്കാൻ പറ്റും? കൈപൊക്കൂ. 1, 2, 3, 4 അവരുടെ പേര് എഴുതൂ. 5 കാര്യങ്ങൾ ഞാൻ ബാലൻസ് ചെയ്യാൻ തുടങ്ങി. ഉണ്ടല്ലോ അല്ലെ? അവരൊക്കെ ഇപ്പൊ മറ്റേ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അധികം ആൾക്കാർ. നോക്കൂ, സിമ്പിൾ ആയിട്ടാണ് ഞാൻ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക്. വളരെ ലളിതമായിട്ട കാര്യങ്ങളാണ് ഈ 5 കാര്യങ്ങൾ. യെസ്, ഹേമ, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. യെസ്, രാജേശ്വരി, കറക്റ്റ്. ഇതൊക്കെ നല്ലതായിട്ട് ക്ലാസ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളാണ്. വളരെ. മേഘ, ഓക്കെ, കറക്റ്റ്. ഹേമ, ദീപ, പോരട്ടെ, ഇനിയും പോരട്ടെ. നോക്കൂ, സിമ്പിൾ ആണ്. നിങ്ങളെ തന്നെ മനസ്സിലാക്കിയിരുന്നാൽ മാത്രം സംഭവിക്കാവുന്ന ഒരു അത്ഭുതകരമായ പ്രതിഭാസം. ഓക്കെ, വെരി ഗുഡ്. ഒരുപാട് ആൾക്കാർ. അത്ഭുതകരമായ പ്രതിഭാസമാണിത്. 5 കാര്യങ്ങളെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ മാത്രം മതി. എല്ലാവരെ കൊണ്ടും പറ്റും. പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഞാനിത് പഠിപ്പിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞു തരുന്നത് ഇവിടെ ഇരിക്കുന്ന പുതിയ ആൾക്കാരോടാണ്. ഒരുപാട് പുതിയ ആൾക്കാർ ക്ലാസ്സിൽ നിന്നിരിക്കുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുന്നവരോടാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനായിട്ട് ഓടരുത്. ദയവ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനായിട്ടോ സമ്പത്ത് മാത്രം ഉണ്ടാക്കാനായിട്ടോ ദയവ് ചെയ്ത് ഓടരുത്. നിങ്ങൾ ഈ 5 കാര്യങ്ങൾ ഒരേപോലെ ചെയ്യണം. സമ്പത്തുണ്ടാക്കണം, നിർബന്ധമാണ്. ഒരു കോംപ്രമൈസും ഇല്ല. പണിയെടുക്കണം, കാശ് ഉണ്ടാക്കണം. പണിയെടുക്കാതെ ഒരാൾക്കും കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനോട് ഒരിക്കൽ നമുക്ക് പറയാനുമില്ല. പക്ഷേ അത് മാത്രമല്ല ജീവിതമെന്നും. അതിൽ സമ്പത്തുണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ആരോഗ്യ പരിപാലനം വളരെ നിർബന്ധമാണ്. ആരോഗ്യ പരിപാലനത്തിനപ്പുറം തന്നെ സന്തോഷമുണ്ടാവണമെങ്കിൽ, സമാധാനമുണ്ടാവണമെങ്കിൽ എന്താണ്? നമ്മൾ ആസ്വദിക്കാൻ പറ്റണം. ജീവിതത്തെ ആസ്വദിക്കാൻ അറിയണം.
പലരും എന്റെ ക്ലാസ്സിൽ വന്നപ്പോൾ ചിരിക്കാൻ മറന്ന എത്ര മുഖങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഓർമ്മയുണ്ടല്ലോ. ചിരിക്കാൻ മറന്ന മുഖങ്ങളെ ഞാൻ ചിരിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ആ ചിരിച്ചതിന് ശേഷം ചിരിക്കാൻ തുടങ്ങി എത്രയോ മുഖങ്ങൾ, എത്രയോ വർഷങ്ങളായി ചിരിക്കാൻ മറന്നുപോയ ആൾക്കാരാണ്. ഞാനിവിടെ വന്ന് ചിരിപ്പിക്കാൻ എന്റെ മുഖം കണ്ട് ചിരിച്ച് എന്നോട് ഞാൻ സംസാരിച്ചപ്പോൾ ചിരിക്കാൻ തുടങ്ങിയപ്പോ ഇപ്പൊ ജീവിതത്തിലെല്ലാം പരാതികൾ പതുക്കെ ഒഴിഞ്ഞു പോയ ആൾക്കാരാണ് അല്ലേ? ഇവിടെ ഇരിക്കുന്ന എത്രയോ അമ്മമാരതിനുണ്ട്, എത്രയോ സഹോദരിമാരുണ്ട്. ജീവിതം ഇങ്ങനെ പിടിച്ചു നിൽക്കുകയായിരുന്നു. വിനോദം എന്ന് പറയുന്നത്, എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻജോയ് എന്ന് പറയുന്നത് ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. ബന്ധങ്ങളിലാണ് നമ്മളെപ്പോഴും വിഷയം വരുന്നത്. അവൻ അത് ചെയ്തു, ഇവൻ അത് ചെയ്തു, മറ്റവർ ഇത് ചെയ്തു, അവർ ഇത് ചെയ്തു, നാത്തൂൻ എങ്ങനെ ചെയ്തു, അമ്മായി അമ്മ എങ്ങനെ ചെയ്തു, ആ അമ്മ എന്താ പിന്നെ അപ്പുറത്തെ അങ്ങ് പോട്ടെ, ഞാനിപ്പോ പറഞ്ഞു നീടുന്നില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ക്ലാസ്സിൽ വന്നതിന് ശേഷം അപ്പുറത്തവന് എനിക്കിട്ട കുഴപ്പം എന്ന അവസ്ഥയിൽ വന്നു, സന്തോഷമായി മാറി. പക്ഷെ ബന്ധങ്ങൾ അതേപോലെ ഉണ്ട്. എത്ര പേര് അടിച്ച് പിരിഞ്ഞു പോയവരൊക്കെ തിരിച്ച് യോജിച്ചാച്ച് എന്ന് പറയേണ്ടി വരും അല്ലെ? പേരുണ്ട്. എത്ര അത്ഭുതകരമായ ബന്ധങ്ങളൊക്കെ കൂട്ടിയോജിച്ചിട്ടുണ്ട്. ബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആത്മീയത ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, എന്റെ കൂടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. മെഡിറ്റേഷൻ ആയാലും നമ്മൾ നാമജപമായാലും ഒക്കെ ആത്മീയതയുടെ ഭാഗമായിട്ട് അവനവനെ തിരിച്ചറിയുക അറിഞ്ഞവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ. ജീവിതം സമൃദ്ധിയിൽ എത്തിക്കണമെങ്കിൽ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ബാലൻസ് ചെയ്യണം. 5 കാര്യങ്ങൾ ബാലൻസ് ചെയ്യേണ്ട കോഴ്സുകൾ മാത്രമാണ് നമ്മളിവിടെ. എല്ലാ ക്ലാസ്സുകളുടെയും ബേസ് ഈ 5 കാര്യങ്ങൾ ബാലൻസ് ചെയ്യുക മാത്രമാണ്. നിങ്ങൾ ഒരുപാടൊന്നും കാശൊന്നും ചെലവാക്കി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് മതി, കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. കുറച്ച് ക്ലാസ്സുകൾ എടുത്താൽ മതി, നന്നായി പ്രാക്ടീസ് ചെയ്താൽ മതി. എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. അതിനകത്ത് ഒരു കാര്യം, അതിനു വേണ്ടി തന്നെ നമ്മൾ ഇനിയിപ്പോ വീണ്ടും അടുത്ത 1-ാം തീയതി മുതൽ നമ്മൾ വീണ്ടും ഇതിന് ഒരു 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 കാര്യം കൂടി മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് മാന്ത്രികമായ വാക്കുകളുണ്ട്. നമ്മൾ നേരത്തെ ഉപയോഗിച്ചതിനെ വ്യത്യസ്തപ്പെട്ട് ആ വാക്കുകളെ തന്നെ മാന്ത്രികമായി ഉപയോഗിക്കുമ്പോൾ ജീവിതം മാറുന്നത് കാണാൻ സാധിക്കും. എത്രയാ അങ്ങനെ വാക്കുകൾ ഞാൻ പറയുന്നുണ്ടോ? ഇപ്പൊ തന്നെ നിങ്ങൾ തുടങ്ങിയപ്പോ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് എന്താണ്? അതൊരു മാന്ത്രിക വാക്കല്ലേ? എത്ര പേർക്ക് അത് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിനോടൊരു വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തുടങ്ങുമ്പോ എപ്പോഴും പറഞ്ഞു ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എവിടെയോ ഒരു കൊള്ളിയാൻ മിന്നുന്നില്ല. നിങ്ങൾ എവിടെയോ ഒരു സാധനം, ഒരു രക്തപ്രവാഹം നടക്കാറില്ലേ നിങ്ങൾക്ക്? ഉണ്ടോ ഇല്ലയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. യെസ് ഓർ നോ? ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും എന്ന് പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റം ശരീരത്തിൽ വരുന്നില്ലേ? ഇതാണ് മാന്ത്രിക വാക്കുകൾ. ഇത്തരം മാന്ത്രിക വാക്കുകളിലൂടെ നിരന്തരം ഉപയോഗിക്കുമ്പോൾ എന്തോരം മാറ്റങ്ങളാണ് വരുന്നത് നമുക്ക്. ഇപ്പൊ ഇവിടെ രണ്ടാമത് നമ്മൾ ഐ എം ഹാപ്പി ആൻഡ് റെഡി എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ക്ലാസ് തുടങ്ങിയ ശേഷം നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം വരുന്നില്ലേ? കാരണം നിങ്ങൾ തയ്യാറാണ് അല്ലെ? തയ്യാറായിട്ട് സന്തോഷത്തോട് തയ്യാറായതിനു ശേഷം കേൾക്കുമ്പോൾ മാറ്റം വരുന്നുണ്ട് ക്ലാസ്സിനകത്ത്. അതുപോലെ തന്നെ മാസ്റ്റർ യുവർ ലൈഫ്, മാസ്റ്റർ യുവർ മൈൻഡ്, മാസ്റ്റർ യുവർ ലൈഫ്. എന്ത് മാറ്റമുണ്ടോ? ഓർമ്മയുണ്ടല്ലോ അല്ലെ? അങ്ങനെ ഒരുപാട് IR5 സിറ്റുവേഷൻ ഞാൻ പറയുന്നില്ല. IR5 സിറ്റുവേഷൻ ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഐ എം എ മണി മാഗ്നറ്റ്. കേട്ടോ, ഇതൊക്കെ കൗണ്ട്, ഡിവൈൻ കൗണ്ട്, ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ച ഡിവൈൻ കൗണ്ട്, മണി മാഗ്നറ്റ്. മാറ്റങ്ങളില്ലേ? ഉണ്ട് അല്ലേ? അപ്പോ ഇതൊക്കെ സംഭവിക്കുന്നത് ഇത്തരം മാന്ത്രികമായ മാറ്റങ്ങൾ നിരന്തരമായ പ്രാക്ടീസിലാണ്. ഒരു ദിവസം പറഞ്ഞുകൊണ്ടല്ല, നിരന്തരമായ പ്രാക്ടീസ്. ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഞാൻ ഈ പ്രാക്ടീസ് ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തി വെച്ചിരുന്നു, അഫ്രിമേഷൻ പ്രാക്ടീസുകൾ. ഞാനത് വീണ്ടും നമ്മുടെ ഏപ്രിൽ 1 മുതൽ നമ്മുടെ വീണ്ടും മെഡിറ്റേഷൻ വിത്ത് അഫ്രിമേഷനിലേക്ക് മാറുകയാണ്. നമ്മൾ ഇടയ്ക്ക് നിർത്തി യോഗ, മെഡിറ്റേഷൻ, ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 2ആയി മാറുകയാണ്. യോഗ മെഡിറ്റേഷൻ വേറെയും, യോഗ മെഡിറ്റേഷൻ സൈലന്റ് മെഡിറ്റേഷനും. നമ്മൾ ഇനി പോകുന്നത് എന്റെ ഗൈഡഡ് മെഡിറ്റേഷൻ വിത്ത് അഫ്രിമേഷൻ പ്രാക്ടീസ്, മുമ്പ് നമ്മൾ ചെയ്ത കാര്യം. ഇങ്ങനെ 2ആയി തിരിയാണ്. നിങ്ങൾക്ക് വേണ്ടവർക്ക്, സാധാരണക്കാരെ സംബന്ധിച്ച് സൈലന്റ് മെഡിറ്റേഷൻ യോഗയും ചെയ്യാൻ സാധിക്കാത്തവര് നേരെ മറ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുള്ള മെഡിറ്റേഷൻ വിത്ത് അഫ്രിമേഷൻ. എല്ലാ ദിവസവും അഫ്രിമേഷൻ എഴുതിക്കുക, നമ്മുടെ ഗോൾ എഴുതിക്കുക, അഫ്രിമേഷൻ എഴുതിക്കുക. അതുപോലെ തന്നെ മെഡിറ്റേഷൻ എഴുതുക. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം അഫ്രിമേഷൻ എഴുതും, ഗോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് എഴുതും, അഫ്രിമേഷൻ എഴുതും, മെഡിറ്റേഷനിലേക്ക് പോകും.
ലാസ്റ്റ് എൻഡിൽ വരുമ്പോൾ വീണ്ടും ആ മെഡിറ്റേഷൻ റിപ്പീറ്റ് ചെയ്യും, അഫർമേഷൻ റിപ്പീറ്റ് ചെയ്യും, മെഡിറ്റേഷൻ എൻഡ് ചെയ്യും. ആ പണ്ടത്തെ ആദ്യത്തെ നമ്മുടെ സിസ്റ്റം അതായിരുന്നു. പിന്നെയാണ് നമ്മൾ യോഗ തുടങ്ങിയത്. യോഗ വേണ്ടവർക്ക് യോഗ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം അഫർമേഷൻ പ്രാക്ടീസ് കുറച്ചും കൂടി ശക്തമാക്കണം. പല അഫർമേഷൻ പ്രാക്ടീസുകൾ തെറ്റുകൾ ഞാൻ ഒരുപാട് കണ്ടു. അതിനകത്ത് നമുക്കൊരു അഫർമേഷൻ ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഗ്രൂപ്പിലെ ഇനിയിപ്പോ എല്ലാം ഈ ക്ലാസ്സിൽ മാത്രമായിരിക്കും. നേരിട്ട് ഞാൻ തരുന്ന അഫർമേഷൻ മാത്രമായിരിക്കും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓരോ ആൾക്കും ഓരോന്നും അഫർമേഷൻസ് ഒരാഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് തരും. അതിന് പ്രാക്ടീസ് ചെയ്യാനുള്ള പരിപാടിയാണ്. രാവിലെ 5 മണിയോ 5:30 മണിയോ എന്നുള്ള സമയം നമുക്ക് ഒന്നുകൂടി ഫിക്സ് ചെയ്യാം. എല്ലാവരും അതിൽ ജോയിൻ ചെയ്തോളുക. യോഗ വേണ്ടവർ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. യോഗ വിത്ത് സൈലന്റ് മെഡിറ്റേഷൻ ആയിരിക്കും. അത് കുറച്ചും കൂടി പ്രാക്ടീസ് നേടിയവർക്ക് അതായിരിക്കും നല്ലത്. ഈ പ്രാക്ടീസ് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. നമ്മൾ നിരന്തരമായ പ്രാക്ടീസിലൂടെ, നിരന്തരമായ പ്രവൃത്തിയിലൂടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നമുക്ക് നടത്താൻ പറ്റും. ആണല്ലോ? എല്ലാവർക്കും തോന്നുന്നുണ്ടോ? നിരന്തരമായി ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ യെസ് ഓർ നോ പറയുക. നിരന്തരമായ പ്രാക്ടീസിലൂടെ നമുക്ക് ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ നേടാൻ സാധിക്കുമെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ യെസ് ഓർ നോ പറയും. പോട്ടെ, എല്ലാവരും പറയുന്ന ഒറ്റ വാക്കായിരിക്കും. യൂട്യൂബ് കാണുന്നവരോടും പറയാം, യെസ് ഓർ നോ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ എല്ലാവരും വെൽക്കം. ജോയിൻ ചെയ്യുക, നമുക്ക് പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പലരും നമ്മൾ യൂട്യൂബ് മാത്രം കണ്ട് പ്രാക്ടീസ് ചെയ്തവരുണ്ട്. സന്തോഷം, ഒരു തരത്തിലൊന്നുമില്ല. സന്തോഷം. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ചെയ്യാൻ നോക്കുക. ഇപ്പൊ നമ്മുടെ പെയ്ഡ് ക്ലാസ്സുകളെല്ലാം 3 സെഷനുകൾ ഒരു ദിവസം നടത്തുന്നുണ്ട്. രാവിലെ 11:30 മണിക്ക്, 2:30 മണിക്ക്, രാത്രി 9 മണിക്ക്. 3 നേരങ്ങളായിട്ടാണ് നമ്മുടെ പെയ്ഡ് സെഷനുകളെല്ലാം നടത്തുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര പ്രാക്ടീസ് ചെയ്യാൻ വേണമെങ്കിലും നമുക്ക് സമയമുണ്ട്. നിങ്ങളുടെ സമയവും സന്ദർഭവും അനുസരിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഒറ്റ കാര്യമുള്ളൂ, തറവാക്കുക ഏത് പ്രാക്ടീസിനെയും. അങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം. അങ്ങനെ മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കൂ. അങ്ങനെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ദൈവത്തിന്റെ അടുത്ത് പോയി നിങ്ങൾ വരം ചോദിച്ചാലും തഥാസ്തു എന്ന് മാത്രമേ ദൈവം തരികയുള്ളൂ. തഥാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എങ്ങനെ നീ എങ്ങനെയാണോ ഇച്ഛിക്കുന്നത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. ആ ഇച്ഛയാണ് പ്രാധാന്യം. അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രം ഓർമ്മിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ക്ലാസ്സിൽ കാണുക. യൂട്യൂബ് പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ ഫേസ്ബുക്കും കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. താങ്ക് യു വെരി മച്ച്. സീ യു ടുമോറോ.